ശാപത്തെ കളവതിനന്തരമേതുമില്ല സമർത്ഥനെന്നാകിലും സാമർഥ്യമില്ലെന്നതും ഭാവിച്ചു വാഴും തവ കോമള. ഇവിടെ ഈ കൊച്ചു വീടിന്റെ ഇത്തിരി വട്ടങ്ങളിൽ ഇന്നലെയുടെ ഒരു താരത്തിന്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ്. പ്രാർത്ഥനകൾക്ക് നടുവിൽ ഈശ്വര സമക്ഷം ഒരു വൃദ്ധ ജീവിതം. ഓർക്കുന്നില്ലേ ഈ മുഖം, ഈ തഴക്കര രാജമ്മയെ? മലയാള സിനിമാ നാടകവേദിയുടെ ചരിത്രത്തിൽ ഈ അഭിനേത്രിക്കും ഒരിടമുള്ളതാണ്. ചെറുതല്ലാത്ത ഒരു സ്ഥാനവും. ഒരു അഭിനേത്രി എന്ന നിലയിൽ രാജമ്മയെ അറിയുന്നവർ ഇവിടെ ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ ഇവരുടെ ജീവിതകഥ അറിയുന്നവർ എത്ര പേരുണ്ടിവിടെ? ഇല്ല. ഇവരുടെ കഥ ഒരരങ്ങിലും എഴുതപ്പെട്ട കഥയല്ല. ഇവരുടേതിന് സമാനമായ ഒരു കഥ മറ്റൊരു സ്ത്രീക്കും പറയാനും ഉണ്ടാവില്ല. മാവേലിക്കര തഴക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കൊച്ചുകളക്കാട്ടെന്ന് പറയുന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ 6 മക്കൾ, 4 പെണ്ണും 2 ആണും. ഈ 4 പെണ്ണുങ്ങളിലെ ഞാനായിരുന്നു. 2 പേരെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനായിരുന്നു. എന്നെ കല്യാണം കഴിക്കാനുള്ള സാമ്പത്തികം ഒന്ന് കുറവാണ്. ഇവിടെ കുറേ സാമ്പത്തികങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 2 പേരെ വിവാഹം കഴിച്ച് അതെല്ലാം വിറ്റ്, തുച്ഛമായ വിലയ്ക്ക് വിറ്റ് അതങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ജീവിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസവും വന്നു. അച്ഛന് ഈ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അച്ഛന് പിന്നെ അങ്ങ് വയ്യാതായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ട് വന്നു. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആ കാലത്തൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹം ഉണ്ടെങ്കിലും നിറവേറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അച്ഛനാണെങ്കിൽ പുറത്തിറക്കത്തില്ല. അച്ഛനാണെങ്കിൽ വലിയ പണ്ടത്തെ ആൾക്കാരല്ലയോ. എന്നെ കലാനിലയത്തിൽ നിന്ന് വന്ന് നാടകത്തിന് വിളിക്കാൻ വന്നതുകൊണ്ട് ഇവിടെ കമ്പർ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഉണ്ടായിരുന്നു. പുള്ളി എന്നെ വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയെ ചാടിച്ചു ഇവിടുന്ന്. പിന്നെ ഞാൻ ഈ സിനിമയൊക്കെ കാണാൻ പോകുമായിരുന്നു. അമ്മ എല്ലാവരും കൂടെ പോകുന്നത്, അല്ലാതെ ഒറ്റയ്ക്ക് പോവുകയല്ല. ആ കാലത്ത് എനിക്ക് ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്നുള്ള ഒരു ആവേശം, എനിക്കൂടി ഇതിനകത്തിലൊന്ന് കയറി പറ്റിയാൽ കൊള്ളാമെന്നുള്ള ഒരു മനസ്സിനകത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അത് ആരോടും പറയാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും ധരിപ്പിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ എന്തായിരുന്നാലും കൊള്ളാം, എൻ്റെ മാനസിക ആഗ്രഹം ഈശ്വരൻ എനിക്ക് സാധിച്ചു തന്നെന്ന് വേണം പറയേണ്ടത്. സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ആഹ്ലാദത്തോടെ ആയിരുന്നില്ല, അമ്പരപ്പോടെയാണ് രാജമ്മ കയറി ചെല്ലുന്നത്. മുൻപ് സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയമുള്ള അഭിനേതാക്കളോടൊപ്പം ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ അവസരമൊരുങ്ങിയപ്പോൾ കൊച്ചു പെൺകുട്ടിക്ക് നെഞ്ചിടിപ്പായിരുന്നു. സഭാകമ്പം മാറിയതോടെ കൊച്ചഭിനേത്രി തെളിഞ്ഞു കത്തുക തന്നെ ചെയ്തു. ഒരു സിനിമയിൽ നിന്ന് പല സിനിമകളിലേക്കായി പിന്നെ രാജമ്മ എന്ന അഭിനേത്രിയുടെ യാത്ര. ഇവിടെ അടുത്തൊരു തയ്യക്കട ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിലാകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ തയ്യക്കടയിൽ പോയി ഒരു തയ്യൽ പഠിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടുത്തെ ആശാനോട് പറഞ്ഞു, ആശാനെ എന്നെ ഒന്ന് തയ്യൽ പഠിപ്പിക്കാമെന്ന് ചോദിച്ചെന്നെ പറഞ്ഞു. അതിനെന്താ കൊച്ചു വാ നാളെ തൊട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോകുമായിരുന്നു. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവിടെ ഈ ഒരു ടെമ്പററി ആയിട്ടൊരു തയ്യൽ തയ്പ്പിക്കാനായിട്ട് ഒരുത്തൻ അവിടെ വന്നു. അയാൾ ആലപ്പുഴക്കാരനായിരുന്നു. അയാളോട് ഈ ആശാൻ ചോദിച്ചു, ആശാൻ ഒരു തമാശക്കാരനാണ്. പുള്ളി പറഞ്ഞു, എടോ ഞാനൊരു കാര്യം പറയാം, ഇയാളുടെ വീട് എവിടാ? അത് ഞാൻ ആലപ്പുഴയാണ്. അത് വേണ്ടേ ഈ കൊച്ചിനെ ഇയാൾക്കൊരു കാര്യം ചെയ്യാവോ, അണ്ട് ആ സിനിമയിലെങ്ങാണോ ഒന്ന് കൊണ്ടൊന്ന് ചേർക്കാവോ എന്ന് ചോദിച്ചപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഞാനിവിടെ തയ്യൽ പഠിക്കാൻ വന്നതുകൊണ്ട് ഈ ആശാൻ എന്നോട് വൈരാഗ്യമോ എന്നെ കളിയാക്കുകയാണല്ലോ എന്ന് മനസ്സിൽ തോന്നി. ഇയാൾ പിറ്റേ ദിവസം വന്നപ്പോൾ പറഞ്ഞു, ആശാനെ അത് ഞാൻ മുതലാളിയുടെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് മുതലാളി? അത് കുഞ്ചാക്കോ മുതലാളിയുടെ ഭാര്യയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതും പ്രകാരം പിന്നെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ചേട്ടത്തിയും ഞാനും വഴിപാടിക്കാരൻ ഒരാളും കൂടെ ചേർന്ന് ഞങ്ങളവിടെ പോയി മുതലാളിയുടെ ഭാര്യയെ പോയി കണ്ടു. മുതലാളിയുടെ ഭാര്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതലാളിയുടെ ഭാര്യ എനിക്ക് ഒരു എഴുത്ത് തന്നു. എന്നോട് പറഞ്ഞു, എന്നാൽ നീ ഇത് കൊണ്ടുവന്ന് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് മുതലാളിയുടെ കൊണ്ട് കൊടുക്കാൻ. അവിടെ കൊണ്ട് കൊടുക്കുമ്പം അവിടെ മറുപടി പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ എഴുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വീട് എവിടെയാണെന്ന് ചോദിച്ചു. അത് ഇന്നടത്താണെന്ന് പറഞ്ഞു. നിനക്ക് എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും നാടകത്തിലും സിനിമയിലും ഒന്നും പോയിട്ടൊന്നുമില്ല, എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് എന്തായിരുന്നാലും കൊള്ളാം, നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ അടുത്ത ആഴ്ചയിൽ എൻ്റെ ശകുന്തളയുടെ പടം എടുക്കുന്നുണ്ട്, അപ്പം നിനക്ക് എൻ്റെ ഒരു ചെറിയൊരു വേഷം തരാം, അപ്പം നിന്നെ ഞാൻ അറിയിപ്പിക്കാം, ഇപ്പം നീ വയ്ക്കോ എന്നും പറഞ്ഞ് എന്നെ വിട്ടു. തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു കാർഡ് വന്നു.
ഇന്ന ദിവസം ഷൂട്ടിങ് തുടങ്ങുന്നുണ്ട്, നീ വരണം എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പം മനസ്സിനകത്ത് എനിക്ക് ഒത്തിരി പേടിയുണ്ട്. കാരണം നമ്മളിത് സിനിമ എന്താ, നാടകം എന്തുവാ, ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരാൾ ഒരു ക്യാമറയുടെ മുമ്പിൽ ചെല്ലുക എന്ന് പറയുമ്പം എന്താണെന്ന് എൻ്റെ നെഞ്ചിടിക്കുക. എനിക്ക് എന്തുവാണെന്ന് ഇപ്പോഴും അറിയത്തില്ല എനിക്ക്. അന്നേരം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, നിനക്ക് ഞാൻ ഒരു ചെറിയൊരു വേഷം തരാമെന്നും പറഞ്ഞ് എനിക്കൊരു നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ലൊരു വേഷമൊക്കെ തന്ന് എന്നെ ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലെ തോഴിയായിട്ട് എനിക്കൊരു വേഷം തന്നു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശരി, ഇനി എടുക്കുന്ന പടത്തിനകത്തിൽ നിനക്ക് ഞാൻ ചെറിയ വേഷങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട് മുതലാളി അടുത്ത പടത്തിനും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് മുതലാളിയുടെ പടത്തിൽ തന്നെ തന്നിരിക്കുന്ന വേഷങ്ങളെല്ലാം തന്നെ, അത് ഒന്ന് ശകുന്തള, ഒന്ന് ജയില്, ഒന്ന് ലോറ നീ എവിടെ, ഒന്ന് പഞ്ചവങ്കാട്, ഒന്ന് തിലോത്തമ്മ, ഇങ്ങനെ 4-5 പടം അദ്ദേഹം എനിക്ക് തന്നു. പലരും നാടക അരങ്ങിൽ നിന്ന് സിനിമയിലേക്ക് വളർന്നപ്പോൾ സിനിമയിൽ നിന്ന് നാടകത്തിലേക്കാണ് രാജമ്മ വളർന്നത്. സിനിമ നൽകിയതിലും ഏറെ കഥാപാത്രങ്ങളെയാണ് നാടകവേദി ഈ അഭിനേത്രിക്ക് സമ്മാനിച്ചത്. പ്രേക്ഷക പ്രശംസ വേണ്ടുവോളം നേടിയിട്ടും ഈ കലാകാരിയുടെ ജീവിതം മിക്കപ്പോഴും കഷ്ടപ്പാടുകൾക്ക് നടുവിൽ തന്നെയായിരുന്നു. ദാരിദ്ര്യം വിട്ടൊഴിഞ്ഞു നിന്ന സന്ദർഭങ്ങൾ വിരളവുമായിരുന്നു. ഇപ്പോൾ സിനിമയിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാടകത്തിന് ഓഫർ ഇഷ്ടം പോലെ ഇങ്ങനെ വരിക. അന്നേരം ഞാൻ വിചാരിച്ചു, ഇത് പടം വരുമ്പോഴല്ലേ നമുക്ക് പോകേണ്ട കാര്യമുള്ളൂ, അന്നേരം നമുക്ക് പോകാം. ഇത് നാടകത്തിനാകുമ്പോൾ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചോട്ട് ഞാനെന്തോ ചെയ്തു, ഒറ്റ നാടകങ്ങൾക്കും 2-3 എണ്ണത്തിന് പോയി. ഒരു നാടകത്തിന് 15 രൂപ വെച്ചാൽ ശമ്പളം തന്നുകൊണ്ടിരുന്നത്. അപ്പോഴവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഒരംശമല്ലേ ഞങ്ങൾക്ക് തരാനൊക്കത്തുള്ളൂ. അപ്പോൾ അതും പ്രകാരം ഞാൻ ആ 3 കൊല്ലം അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ വേറെ ട്രൂപ്പുകാർ വന്നു. പിന്നെ സെയ്ത്താൻ്റെ ട്രൂപ്പിലും പോയിട്ടുണ്ട്. സെയ്ത്താൻ്റെ ട്രൂപ്പിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള സ്റ്റേറ്റേഴ്സിലെ, ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് അവിടുന്ന് 35 രൂപ ആക്കി. വേറൊരു ട്രൂപ്പിൽ പോയപ്പോൾ 35 രൂപ ആക്കി. ആ 35 രൂപയ്ക്ക് പിന്നെ പോയി അവിടോട്ട്. അപ്പോൾ ഈ ഇവിടെ പോയപ്പോൾ 1 കൊല്ലം അവിടെ നിന്ന് വടക്കേ ഇന്ത്യൻ പരിപാടിക്കുമൊക്കെ പോയിട്ടുണ്ട്. ഈ വടക്കേ ഇന്ത്യൻ പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞിരുന്നാൽ ഈ ഇഷ്ടം പോലെ നാടകം നടക്കുമല്ലോ. അന്നന്ന് കാശും തരത്തില്ലല്ലോ. കാശ് ഒരുമിച്ച് കയ്യിൽ കഴിഞ്ഞിരുന്നാൽ എന്തോ ചെയ്യുമെന്നറിയാവോ, അത് തരാനായിട്ട് ഇവർക്ക് വലിയ മടിയാണ്. ഈ മടി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നതും വീട്ടുകാരുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രയാസങ്ങളും, നമുക്ക് ആഗ്രഹത്തിൻ്റെ സാധനം മേടിക്കാനോ വല്ലതും ഇവരുടെ കയ്യിലിരിക്കുകയില്ലയോ. തിരിച്ചു പോരുന്നുണ്ടെങ്കിൽ എന്തോ വഴക്കിടേണ്ടി വരും. അങ്ങനെ അവിടെയും പോയി ഇവിടെയും പോയി മറ്റിടത്തും പോയി മറിച്ചിടത്തും പോയി ഒരു 10 രൂപ അതിൽ നിന്നൊന്നും സാറേ മിച്ചം പിടിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല.